അങ്ങനെ രാജസ്ഥാന്റെ അടുത്തൊരു മത്സരം വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് രാജസ്ഥാനും പഞ്ചാബും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇന്ന് തോറ്റാലും ജയിച്ചാലും രാജസ്ഥാന് കുഴപ്പമില്ല. രാജസ്ഥാൻ ഓൾറെഡി പ്ലേ ഓഫിലെത്തി. അപ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ പഞ്ചാബ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായി പഞ്ചാബ് ടീമിനെ പരിഗണിച്ചാൽ പഞ്ചാബ് ഓൾറെഡി പുറത്തായ ടീമാണ്. രാജസ്ഥാനെതിരെ ഇതിനു മുന്നേ പഞ്ചാബ് കളിച്ചിട്ടുണ്ട്. അന്ന് പഞ്ചാബ് തോറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പകരം വീട്ടാനായിരിക്കും പഞ്ചാബ് ഇന്ന് ഇറങ്ങാൻ പോകുന്നത്. പഞ്ചാബിനെ തോറ്റാലും ജയിച്ചാലും യാതൊരു കുഴപ്പവുമില്ല. പഞ്ചാബ് ഓൾറെഡി പുറത്തായി. ഇനി രാജസ്ഥാൻ ടീമിനെ പരിഗണിച്ചാൽ രാജസ്ഥാന് ഇന്നത്തെ മാച്ച് ജയിച്ചാൽ രാജസ്ഥാന് 2 പോയിന്റ് കൂടും. അടുത്ത മാച്ച് കൂടി ജയിച്ചാൽ രാജസ്ഥാന് ടേബിൾ ടോപ്പറാക്കാൻ സാധിക്കും. രാജസ്ഥാൻ ഓൾറെഡി പ്ലേ ഓഫിലെത്തി. ഇന്നത്തെ മാച്ച് ഒരു ചടങ്ങ് മാത്രമാണ്. പ്ലേ ഓഫിന് മുന്നേ രാജസ്ഥാന് ഒരു പരിശീലന മത്സരം. പക്ഷേ കഴിഞ്ഞ 3 മാച്ച് രാജസ്ഥാൻ തോറ്റിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ രാജസ്ഥാന്റെ കോൺഫിഡൻസിനെയാണ് അത് ബാധിക്കുന്നത്. ഇതുപോലത്തെ ഒരു മികച്ച ടീം, പ്ലേ ഓഫിൽ എത്തി നിൽക്കുന്ന ടീം അടുപ്പിച്ച് 3 കളി തോൽക്കുക എന്ന് പറയുമ്പോൾ അത് രാജസ്ഥാന് മോശമാണ്. അതുകൊണ്ട് ഇന്ന് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ രാജസ്ഥാന്റെ പ്ലേയിങ് 11 നോക്കാം. ജയ്സ്വാൾ, കാഡ്മോർ, സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ശുഭൻ ദൂബെ, ധ്രുവ് ജുറൽ, അശ്വിൻ, ട്രെന്റ് ബോൾട്ട്, ആവേശ് ഖാൻ, സന്ദീപ് ശർമ്മ, ചഹൽ. ഇന്ന് പഞ്ചാബിനെ തോൽപ്പിച്ച് മികച്ചൊരു വിജയം നേടാനായിരിക്കും രാജസ്ഥാൻ വരുന്നത്. കഴിഞ്ഞ 3 മാച്ചിലെ നാണക്കേട് രാജസ്ഥാനെ മാറ്റേണ്ടതുണ്ട്. ഇനിയുള്ള 2 മാച്ച് വിജയിച്ച് അന്തസ്സോടെ പ്ലേ ഓഫിലെത്തണം. എന്നാൽ മാത്രമേ പ്ലേ ഓഫിൽ രാജസ്ഥാന് മികച്ച വിജയങ്ങൾ നേടാൻ സാധിക്കൂ. സഞ്ജു ഓൾറെഡി ഫോമിലാണ്. അതുകൊണ്ട് പേടിക്കാനില്ല. പക്ഷേ രാജസ്ഥാന്റെ സൂപ്പർ താരം ബട്ട്ലർ പുറത്തായിരിക്കുകയാണ്. അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും, പഞ്ചാബോ രാജസ്ഥാനോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.